ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് എൻ്റെ ഒരു കുക്കമ്പർ ലാസ്റ്റ് വിളവെടുപ്പാണ്. കാരണം കുക്കമ്പർ വിളവെടുക്കാമെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ കുക്കമ്പർ വിളവെടുക്കുമ്പോൾ നിങ്ങളൊന്ന് കാണിക്കണം തോന്നും. ഏത് സാധനം വിളവെടുക്കുമ്പോഴും നിങ്ങളൊന്ന് കാണിക്കണം തോന്നും. കാരണം ഇത് കണ്ടാണെങ്കിൽ ഒരു തൈ ആരെങ്കിലും നട്ട് കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമാണ്. അല്ല ലൈക്കിനോ ഷെയറിനോ അല്ല. ഏതൊരു സാധനം വിളവെടുക്കുമ്പോഴും ആദ്യം വിചാരിക്കും വീഡിയോ ചെയ്യേണ്ടതെന്ന്. പക്ഷേ വിളവ് എടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നുമെന്ന് വീഡിയോ ചെയ്യാം. കാരണം എല്ലാവരും ഒന്ന് കാണട്ടെ. നമ്മുടെ നാട്ടിൽ എല്ലാ വീട്ടിലും ഇതുപോലെ കൃഷി ആവട്ടെ, അത്ര മാത്രമുള്ളൂ. പിന്നെ ഇത് പുതിന. ഇത് എൻ്റെ ഉമ്മ കുഴിച്ചിട്ടുണ്ടാക്കിയ ഒരു കടയിൽ നിന്ന് വാങ്ങിയ തയ്യല്ല, കടയിൽ നിന്ന് വാങ്ങിയ പുതിനൻ്റെ ചെറിയൊരു കൊമ്പുണ്ടാക്കി. ഇപ്പം നിറഞ്ഞു, പുതിന നിറയെ ഉണ്ടായി. അപ്പോൾ ഞാൻ ഇന്ന് പുതിനയും കുക്കുംബറും കൂട്ടി ഒരു ജ്യൂസ് അടിക്കാൻ കരുതി. നമ്മളെ വീട്ടിലത്തെ സാധനം ഉപയോഗിച്ച് തന്നെ ജ്യൂസ് അടിക്കാൻ കരുതി. കുക്കുംബറൊക്കെ പറിച്ച് തൊലിയൊക്കെ ചെത്തി നല്ലൊരു ഹെൽത്തി ജ്യൂസാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. കാരണം ഈ വേനൽക്കാലത്ത് പറ്റിയൊരു ജ്യൂസാണ് കുക്കുംബർ ജ്യൂസ്. നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത്. അപ്പോൾ അത് നമ്മൾ കഴിയുന്നിടത്തോളം നമ്മൾ ചെയ്ത് ഈ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ പറ്റിയൊരു ഹെൽത്തി ജ്യൂസാണ് കുക്കുംബർ ജ്യൂസ്. കാരണം ഇപ്പം ചൂട് നല്ലതുകൊണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ വെറും വയറ്റിലൊക്കെ നമ്മൾ നാരങ്ങ ജ്യൂസൊക്കെ കുടിച്ചാൽ വളരെ പ്രശ്നമാണ്. കാരണം ആസിഡ് കൂടുതൽ ഇങ്ങനത്തെ ജ്യൂസുകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം. കാരണം റംസാൻ കഴിയുന്നതോട് കൂടി നമ്മളൊരു അസുഖക്കാരനായി മാറരുത്. അപ്പോൾ അത്രയും ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധകൾ വരുത്തണം. പൊരിച്ചതും കരിച്ചതൊന്നും വലിച്ച് കയറ്റാതെ നല്ല ആവശ്യത്തിന് നല്ല ആരോഗ്യത്തിന് പറ്റിയ ഭക്ഷണങ്ങൾ കുറച്ച് കഴിക്കുക, അത്രയേ ഉള്ളൂ. ഇതിൽ കുക്കമ്പറും പുതിനയും പിന്നെ 2-3 ബദാമും കുറച്ച് പിസ്തയും പിന്നെ കടലയും കൂട്ടിയാണ് ജ്യൂസ് അടിക്കുന്നത്. നല്ലൊരു ഹെൽത്തി ജ്യൂസാണ്. കുട്ടികളെ കുടിക്കാൻ പറ്റിയ ജ്യൂസാണ്. നല്ല ടേസ്റ്റുണ്ട്. പിന്നെ നമ്മുടെ ഈ നാട്ടിൽ മയക്കുമരുന്നിൻ്റെ കേസുകൾ വളരെ വർദ്ധിച്ചു വരാൻ നമ്മളെ കേരളത്തിൽ. കാരണം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നമ്മൾ അഹങ്കാരത്തോടെ പറഞ്ഞിരുന്ന കേരളം ഇപ്പം വടക്കായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ് നമ്മൾ നാട് പോകണമെന്ന് യാതൊരു പിടുത്തവുമില്ല. നമ്മുടെ മക്കളെ കുറച്ചൊക്കെ വീട്ടിലെ കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ മെമ്മറിയൊക്കെ ലെവലാക്കി ഓരോരോ കാര്യങ്ങൾ ചെയ്ത് നമ്മളെ വീട്ടിലെ കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിപ്പിച്ച് അവരെ നല്ലൊരു കുട്ടികളായിട്ട് നമുക്ക് വാർത്തെടുക്കണം. എന്നാലേ നമുക്ക് മുൻകാലങ്ങളിൽ നല്ലൊരു കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരു തൈ കൃഷിയെങ്കിലും നമ്മളെ വീടിൻ്റെ മുറ്റത്ത് നടുക. ചെടിക്ക് പകരമായ ഏതെങ്കിലും ഒരു തൈ നടുക എല്ലാവരും. നമുക്ക് ആർക്കും ഇപ്പോൾ സമയമില്ല. നമുക്ക് പണം പറഞ്ഞ് പരക്കം പായുകയാണ്. നമ്മുടെ ഭക്ഷണ രീതിയാണ് നമ്മുടെ അസുഖങ്ങൾക്കെല്ലാം കാരണം. നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളിൽ ഒരു ജില്ലയായി മാറിയിരിക്കുന്നു. നമ്മുടെ മുൻ ജില്ലാ കളക്ടർ പറഞ്ഞതുപോലെ നമ്മളെ നിലമ്പൂർ ടു തിരുവനന്തപുരം ട്രെയിന് രാജധാനി എക്സ്പ്രസ് ക്യാൻസർ വണ്ടിയായി മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആരോഗ്യമുള്ള നല്ല ഭക്ഷണം കഴിക്കുക. നമ്മളെ വീട്ടിൽ തന്നെ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക. കഴിയുന്നത് സമയം അതിന് കണ്ടെത്തുക. കുറച്ചെന്തെങ്കിലും കൃഷി ചെയ്ത് നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. കാരണം മാരക വിഷമടിച്ച പച്ചക്കറിയാണ് മാർക്കറ്റിലൊക്കെ വരുന്നത്. ശരി, ഇതൊക്കെ പാല് വേണ്ടതുണ്ട്.
ഞാൻ 2 ക്രിസ്ത്യാനി ഒരു പിന്നെ നന്നായിട്ട് ഒറ്റപ്പെടുന്നു. പോകുന്നത് മറ്റേ മെഷീനാണ്. ക്ലാസ്സിനെ വളർത്തിട്ടാണ് വേണം സാർ. മല്ലിച്ചപ്പഴാണോ? ശരിടാ. മേലെ അങ്ങനെ പിസ്ത കൊണ്ടുവരാം. ഒരൊറ്റ ഇല മല്ലിച്ചപ്പ്. കമ്പസ് വീടെടുക്കാനാ?